കോഴിക്കോട് അരീക്കട ശക്തമായ കാറ്റിൽ റെയിൽവേ ട്രാക്കിലേക്ക് മരങ്ങൾ വീണു. വീടിന്റെ മേൽക്കൂരയിൽ പാകിയ ഷീറ്റും റെയിൽവേ ട്രാക്കിലേക്ക് പതിച്ചു. ട്രെയിൻ സർവീസ് അവിടെയും താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സമീർ സി മുഹമ്മദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് കോഴിക്കോട്ട് നിന്ന്. സമീർ, അവിടുത്തെ അവസ്ഥ എന്താണ്? ഈ കൊച്ചിയിൽ ഒരു വലിയ ആൽമരമാണ് വീണത്. അവിടെ ട്രാക്കിൽ വീണ വലിയ മരം അത് നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, റെയിൽവേ ട്രാക്കിലേക്ക് വലിയ മരങ്ങളാണ് കടപുഴകിയും അതുപോലെ തന്നെ അതിൻ്റെ ശിഖരങ്ങൾ പൊട്ടിയും വീണിരിക്കുന്നത്. ആ മരങ്ങളെല്ലാം തന്നെ മുറിച്ചു മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഒരു വീടിൻ്റെ മേൽക്കൂര ഒന്നാകെ ഈ ശക്തമായ കാറ്റിൽ റെയിൽവേ പാളത്തിലേക്ക് വീണിരിക്കുകയാണ്. അത് റെയിൽവേ പോസ്റ്റിൽ തങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. അത് മുറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ ഇതുവരെയും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥ തന്നെയാണ്. ഏകദേശം 3 മണിക്കൂറോളമായിക്കൊണ്ട് ഇതിൻ്റെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുന്നു. അത് മുറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. മരങ്ങളെല്ലാം തന്നെ ട്രാക്കിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. 2 ഭാഗത്തും ഇപ്പോൾ വിവിധ ട്രെയിനുകൾ വന്നുകൊണ്ട് അവിടെ അത് കുടുങ്ങിക്കിടക്കുന്ന കാഴ്ച തന്നെയാണുള്ളത്. ഈ 3 മണിക്കൂറായിട്ടുള്ള ഈ ഒരു കാഴ്ച നമുക്ക് കാണാനാകുന്നു. അപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. ഫയർഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ റെയിൽവേയുടെയും ഉദ്യോഗസ്ഥരെത്തിക്കൊണ്ടാണ് ഇതിൻ്റെ രക്ഷാപ്രവർത്തനം അത് മുറിച്ച് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ കട്ടറുകളും അതുപോലെ തന്നെ ഇലക്ട്രിക് കട്ടറുകളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് മുറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഈ വലിയ ആ ഷീറ്റ് അതിനെ എങ്ങനെ മുറിച്ചു മാറ്റാൻ കഴിയും അത് സംബന്ധിച്ചുള്ള ഒരു ശ്രമങ്ങളാണ്. അത് വലിച്ച് മാറ്റാനുള്ള ശ്രമങ്ങൾ കൂടി അവർ ആരംഭിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ വലതുഭാഗത്ത് കാണുന്ന ആ വീടാണ്. ആ വീടിന് മുകളിലുള്ള ആ ഷീറ്റ് അത് ഒന്നാകെ ശക്തമായ കാറ്റിൽ ഇങ്ങോട്ട് പതിക്കുകയായിരുന്നു. ആ പോസ്റ്റിൽ തങ്ങിയത് കൊണ്ടാണ് ഇവിടെ നിന്നത്. അതിൻ്റെ അപ്പുറത്തുള്ള ആ വീടിൻ്റെ ഭാഗത്തുള്ള മരങ്ങളാണ് പിന്നീട് പൊട്ടി വീണ ഒരു ഭാഗം. അത് പിന്നീട് എത്തിയത് എതിർവശത്തുള്ള പോസ്റ്റിലേക്കായിരുന്നു. അത്തരത്തിൽ ശക്തമായ കാറ്റാണ് ഉണ്ടായിട്ടുള്ളത്. അതിനകത്താണ് ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ 3 മണിക്കൂറായിക്കൊണ്ട് ഇരുഭാഗത്തുമായി ട്രെയിനിൽ എത്തിയ ആളുകളെല്ലാം തന്നെ യാത്രക്കാരെല്ലാം തന്നെ തങ്ങി നിൽക്കുകയാണ്. യാത്ര പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. ഏതായാലും ഈ മരങ്ങളെല്ലാം മുറിച്ചു മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ഈ ഷീറ്റ് ഇവിടുന്ന് മുറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. വൈകാതെ തന്നെ മുറിച്ചു മാറ്റാൻ കഴിയും, ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നാണ് റെയിൽവേ അറിയിക്കുന്നത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ട്രെയിനുകൾ കടന്നു വരുന്ന വേളയിലല്ല ഇത്തരം ഒരു അപകടം ഉണ്ടായത് എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നില്ല, പക്ഷേ അതിൻ്റെ തൊട്ടപ്പുറത്തായിക്കൊണ്ട് ആ ലൈറ്റ് നമുക്ക് കാണാം. അതിൻ്റെ ആ ഭാഗത്തായിക്കൊണ്ടാണ് തിരുനെൽവേലി ഹാപ്പ എക്സ്പ്രസ് ഉള്ളത്. അത് ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഏകദേശം ഒരു 200 മീറ്റർ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ വലിയ ഒരു മരം ഈ ട്രാക്കിലേക്ക് പൊട്ടി വീഴുന്ന കാഴ്ചയുണ്ടായത്. അത്തരമൊരു സംഭവം ഒരുപക്ഷെ ആ തീവണ്ടി ഇങ്ങോട്ട് കടന്നു വരുന്ന വേളയിലായിരുന്നുവെങ്കിൽ അത് വലിയൊരു അപകടത്തിലേക്ക് എത്തിക്കുമായിരുന്നു. എന്തായാലും അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഏതായാലും വൈകാതെ തന്നെ ഈ ഷീറ്റ് കൂടി മുറിച്ചു മാറ്റിക്കൊണ്ട് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് റെയിൽവേ അധികൃതർ പങ്കുവെക്കുന്നത്. വിജയകുമാർ, വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ട്രെയിൻ യാത്ര ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. വൈകുന്നേരം ഉണ്ടായ മഴയിലും കാറ്റിലും റെയിൽവേ ട്രാക്കിലേക്ക് മരങ്ങളുമൊക്കെ വീണ് പലയിടത്തും റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. വടക്കൻ കേരളത്തിലെ വിവരങ്ങളാണ് സമീർ നൽകിയത്. ഒപ്പം തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും എറണാകുളത്ത് ആ ജോലി നടക്കുന്നതേ ഉള്ളൂ. അത് കളമശ്ശേരിക്കും അമ്പാട്ടുകാവിനും ഇടയിലാണ്. ഒരു വലിയ ആൽമരമാണ് വീണത്. അത് നീക്കം ചെയ്യാൻ ഒരു പക്ഷേ കൂടുതൽ സമയമെടുക്കും. തിരുവനന്തപുരം കോട്ടയം റൂട്ടിൽ ഓടുന്ന പല ട്രെയിനുകളും അങ്കമാലി, ആലുവ, എറണാകുളത്ത് സൗത്ത്, നോർത്ത് 2 റെയിൽവേ സ്റ്റേഷനുകളിലായി പിടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് വൈകാനാണ് സാധ്യത എന്ന വിവരം വരുന്നുണ്ട്. അത് ട്രെയിൻ യാത്രക്കാരൊക്കെ ശ്രദ്ധിക്കുക.